അങ്ങനെ ഡീപ് സീക്ക് റിലീസ് ചെയ്തിരിക്കുകയാണ്. എൻവിഡിയയുടെ സ്റ്റോക്ക് ഇടിഞ്ഞു, സ്റ്റോക്ക് മാർക്കറ്റിൽ ലോകത്തിന്റെ ഇടിഞ്ഞു, ലോകം മൊത്തം ചർച്ചാ വിഷയമായി. ട്രംപ് പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ട് പറഞ്ഞു, ചൈന ഒരു ആപ്പ് ഇറക്കിയിട്ടുണ്ട്, നമുക്ക് വേക്കപ്പ് ചെയ്യണം ഉറക്കത്തിൽ നിന്ന്, നമുക്ക് പണിയെടുത്ത് തുടങ്ങണം മക്കളെ. എന്താണ് ഡീപ് സീക്ക്? ഇന്നത്തെ വീഡിയോ നമ്മളൊരു ടെക്നിക്കൽ വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ നോക്കും. കുറച്ച് വീഡിയോസ് കണ്ടു ഡീപ് സീക്കിനെ പറ്റിയിട്ട്, പക്ഷേ എത്രത്തോളം ഇൻഡെപ്ത് ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണം കണ്ടില്ല മലയാളത്തിൽ. നമ്മൾ അത്ര ഇൻഡെപ്ത് ആവണില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ എവിടെ നിന്ന് തുടങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാം ആൾട്ട്മാന്റെ അഹങ്കാരത്തിനെ പറ്റി നമുക്ക് പറയണം. അപ്പോൾ പുള്ളി ഒരു പ്രസ് കോൺഫറൻസിന് ഇന്ത്യയിലേക്ക് വന്നിട്ടാണ്. അപ്പോൾ പുള്ളി ഇൻവെസ്റ്റേഴ്സിനെ കൂട്ടാനൊക്കെ ആയിട്ടാണ് വരുന്നത്. പുള്ളിക്ക് 100 മില്യനാണ് അന്നത്തെ പുള്ളിയുടെ ബഡ്ജറ്റ് ഫണ്ടിങ് ആയിരുന്നത് ഓപ്പൺ എഐയുടെ. അപ്പോൾ അതിലൊരു ഇൻവെസ്റ്റർ, പാവം ഒരു ഇന്ത്യക്കാരനായ ഒരു ഇൻവെസ്റ്റർ ചോദിക്കുകയാണ് പുള്ളിയുടെ അടുത്ത്, 10 മില്യൺ ഉണ്ട് എൻ്റെ കയ്യിൽ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫൗണ്ടേഷൻ ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം ഇറക്കാൻ പറ്റുമോ? അപ്പോൾ പുള്ളി പറയാണ്, 10 മില്യൺ വെച്ചാൽ ഇനി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, നിങ്ങൾക്ക് ഒരിക്കലും അതിന് ഉത്തരം കിട്ടാൻ പോണില്ല, ഇതിലൊരു ഹോപ്പ് ഇല്ല എന്നാണ് പുള്ളി അഹങ്കാരത്തോടുകൂടി ഇങ്ങനെ ആക്കി വിട്ട ഇന്ത്യക്കാരനെ. 5 മില്യൺ $5 അത് ചെയ്ത് തീർത്താണ് ഇപ്പോൾ ഉള്ള ഡീപ് സീക്ക് എന്ന് പറഞ്ഞ ചൈനയുടെ സംഭവം. നമുക്ക് അതിൻ്റെ സൈഡിൽ എലോൺ മാസ്ക് ഉണ്ട്, നമ്മുടെ എൻവിഡിയ ഉണ്ട്, പെർപ്ലെക്സിറ്റി ഉണ്ട്. അതിനിടയ്ക്ക് ട്രംപ് ഇവിടുത്തെ ഇലക്ഷൻ ജയിച്ചല്ലോ, പുള്ളി ഇലക്ഷൻ ജയിച്ച വശം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എലോൺ മാസ്കിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ. $500 മില്യൺ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കണേ. അവർ പറയണ US ആയിരിക്കും ഈ പിനക്കള്, ഇനി US മുട്ടാനായിട്ട് ആർക്കും പറ്റില്ല. അങ്ങനെ അവർ ആഘോഷിച്ച് നടക്കുന്ന സമയത്താണ് ഒരു കഴിഞ്ഞ ആഴ്ചയാണ്. അത് കാരണം ഇവര് പർപ്പസ്ഫുള്ളി ആണ് ഈ ആഴ്ച റിലീസ് ചെയ്തതെന്ന് തോന്നുന്നു. കുറെ മീമുകളുണ്ട് ഡീപ് സീക്കിനെ പറ്റി. ഇത് അവരുടെ ഒരു സൈഡ് പ്രൊജക്റ്റ് ആണ്, ഇനിയും ബെഡാ സാധനങ്ങൾ വരുന്നത്. ശരിയാണ്, ഞാനും കേട്ടിരുന്നു. ഇത് 2023 തുടങ്ങിയ ഒരു കമ്പനിയാണ്. അപ്പൊ ഇനി ട്രംപിന്റെ ഭാഗത്തേക്ക് പോവാണെങ്കിൽ ഒരു ചൈനയത്തെ ഒരു ആപ്പ് ഇറങ്ങുമ്പോൾ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്, നമുക്ക് വേക്കപ്പ് കോൾ ആണ്, ഇനി പണിയെടുത്ത് തുടങ്ങണം എന്ന് പറയണമെങ്കിൽ അതിന്റെ ഒരു റേഞ്ച് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇതൊരു ചുമ്മാ ഒരു ഹൈപ്പ് അല്ല. ലൈക്ക് ലോകത്തെ ലീഡേഴ്സ് ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചു തുടങ്ങി. ഇന്ന് 2-3 ദിവസം വരെ ഡീപ് സീക്ക് എന്താന്ന് പോലും കേൾക്കാത്ത ആൾക്കാർ ChatGPT, ഗൂഗിൾ ജെമിനി ഒക്കെയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന AI അസിസ്റ്റൻസ്. അവരിനെ വെട്ടിച്ചിട്ട് ഇപ്പൊ ഡീപ് സീക്ക് ആണ് ടോപ്പിൽ വന്നിരിക്കുന്ന ആപ്പ്. ഇപ്പൊ എൻവിഡിയയിലേക്ക് പോവാം പറ്റി പറയുകയാണെങ്കിൽ എൻവിഡിയത്തെ പകുതി പേര് മില്യനേഴ്സ് ആണ്. അവരുടെ സ്റ്റോക്ക് വിറ്റാൽ തന്നെ അവർ മില്യനെയർ ആണ്. അവര് കുറെ പേര് പണിയെടുക്കാണ്ട് നിർത്തി പോണു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ GPU വിൽക്കുന്ന കമ്പനിയാണ്. GPU ആണ് AI ഡ്രൈവ് ചെയ്യണം. ഇപ്പൊ വർക്ക് ചെയ്യണ പല സംഭവങ്ങളും, ഇപ്പൊ ജനറേറ്റീവ് AI ഒക്കെ ChatGPT പോലുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിലും അതിന്റെ പേപ്പേഴ്സ് ഒക്കെ മുമ്പേ എഴുതിയതാണ്. ഇതിന്റെ കമ്പ്യൂട്ടിംഗ് പവറും ഇതൊന്നും ഇല്ലാത്ത കാരണമാണ് ഇതൊന്നും പ്രവൃത്തിയിലേക്ക് അല്ലെങ്കിൽ. അപ്പോൾ പറഞ്ഞു വരുന്നുണ്ട്, എൻവിഡിയ സ്വർണ്ണം കിണിക്കാൻ പോകുമ്പോൾ ഷവല് വിറ്റിട്ട് കാശുണ്ടാക്കുന്ന ടീമാണ്. ബട്ട് എൻവിഡിയയുടെ സ്റ്റോക്ക് ഇടിഞ്ഞു. അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. GPUന്റെ അത്ര പവർ ഇല്ലാണ്ട് ഇത് അച്ചീവ് ചെയ്യാം, ചിലപ്പോൾ പാനിക് ചെയ്തിട്ടായിരിക്കും. എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഡീപ് സീക്കുകാർ ഉപയോഗിക്കേണ്ട എൻവിഡിയയുടെ H800 എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്പാണ്. നമുക്ക് കൂടുതൽ അതിനെ പറ്റി പറയാം. സ്റ്റിൽ എൻവിഡിയയുടെ ഏറ്റവും അടിപൊളി ചിപ്പല്ല യൂസ് ചെയ്യണത്, അവരുടെ ഏറ്റവും ചീപ്പസ്റ്റും ഒരു മീഡിയം ചീപ്പസ്റ്റ് ലെവൽ ചിപ്പാണ് അവർ യൂസ് ചെയ്യണം. ഏറ്റവും അല്ല, ഇതിന്റെ ഇമ്പാക്ട് നമ്മൾ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു. US സ്റ്റോക്ക് ഇടിയുമ്പോൾ തന്നെ US കൂടുതൽ ടെക് കമ്പനീസ് ആണ്, ടെക് ഇൻവെസ്റ്റേഴ്സ്, ടെക് മിഷനറീസ് ഒക്കെ വരുന്നുണ്ട് US അത് കാരണം അവരുടെ സ്റ്റോക്സ് ഒക്കെ കുറെ ടെക് കമ്പനീസ് ആണ് കൂടുതലുള്ളത്. അത് റിസഷൻ US ഉണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഇൻഫ്ലേഷൻ ആയിട്ട് ബാക്കി കൺട്രീസിൽ വരും. അത് സർവ്വസാധാരണമാണ്. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. സുക്കർബർഗ് പുള്ളി എല്ലാവരെയും വിളിച്ച് ഒരു മീറ്റിംഗ് ഒക്കെയും നടത്തി. എന്താണ് ഇവർക്ക്, എങ്ങനെയാണ് ഇവർക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു മീറ്റിംഗ് നടത്തി എന്നൊക്കെ പറഞ്ഞ് കുറെ മീം ഉണ്ടായിരുന്നു. ഇനി മീമാണോ സത്യമാണോ എന്ന് അറിയില്ല. അതൊക്കെയാണ് ഇവിടുത്തെ വേൾഡ് ലീഡേഴ്സും ജയൻസിന്റെ ഹെഡിന്റെ ഒക്കെ അവസ്ഥ. ഇനി നമുക്ക് ഇതിന്റെ ഡീപ് സീക്കിലേക്ക് പോവാം. അതൊരു ചൈനീസ് AI സ്റ്റാർട്ടപ്പ് ആണ്. അതൊരു റിസർച്ച് ലാബ് കണ്ടുപിടിച്ചൊരു കമ്പനിയാണ് ഡീപ് സീക്ക്. അത് 2023 ഇത് തുടങ്ങിയത്. അപ്പൊ ആദ്യം തന്നെ അവര് ഡീപ് സീക്ക് R1 എന്ന് പറഞ്ഞ ഒരു AI മോഡലാണ് ആദ്യം റിലീസ് ചെയ്തത്. അത് ഓപ്പൺ AIയുടെ A1O1 മോഡലായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമാണ്. അതിനുശേഷമാണ് അടുത്ത മോഡൽ ഇറക്കണത്. അപ്പൊ ഇതിന് കോഡിങ്, റീസണിങ്, മാത്സ് ഇതിനൊക്കെയും പുലിയാണ്. ഇതിന്റെ ഗ്രാഫ് ഞാൻ ലാസ്റ്റ് കാട്ടി തരാം. ഓപ്പൺ AI ആയിട്ടുള്ള കമ്പാരിസന്റെ. ഡീപ് സീക്ക് ഇറങ്ങിയപ്പോൾ 4 കാരണങ്ങൾ കാരണമാണ് ലോകം മൊത്തം പേടിക്കുന്നത് ഡീപ് സീക്കിനെ, അല്ലെങ്കിൽ ലോകം മൊത്തം നെറ്റിയത്. ആദ്യത്തെ തന്നെ ട്രെയിനിങ് കോസ്റ്റ്. അപ്പൊ നമുക്ക് ഒരു സംഭവം നല്ല എഫിഷ്യന്റ് ആയിട്ട് ഒരു മോഡൽ ഉണ്ടാക്കണം, അത്രയ്ക്ക് അധികം ഡാറ്റ ഇട്ട് ട്രെയിൻ ചെയ്യണം. അപ്പോൾ ട്രെയിൻ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് GPU വരും, അതിനനുസരിച്ച് കാശുകൾ വരും, അതിനനുസരിച്ച് നമുക്ക് പേയ്മെന്റ് വേണം. അപ്പോൾ അവർ ഡിഫറെന്റ് ട്രെയിനിങ് മെത്തേഡാണ് ഉപയോഗിച്ചത്. അവർ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആണ് ഉപയോഗിച്ചത്. അത് കാരണം അവർക്ക് കുറെ കാശ് ലാഭിക്കാൻ പറ്റി. ഇത്ര നാളുള്ള ട്രഡീഷണൽ മോഡൽസ് സൂപ്പർവൈസ്ഡ് ഫൈൻ ട്യൂണിംഗ് ആണ് ചെയ്തിരുന്നത്. പക്ഷേ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആകുമ്പോൾ ഡിഫറെന്റ് ആയിട്ടാണ് ഇതിന്റെ കാര്യങ്ങൾ പ്രോസസ് ചെയ്യുക. അതിനെ പറ്റി നമുക്ക് കുറച്ചൊരു ഐഡിയ ഇറക്കാം. പിന്നത്തെ കാര്യം, ഇത് ഓപ്പൺ സോഴ്സ് ആണ്. ഓപ്പൺ AI പേര് മാത്രമേ ഉള്ളൂ ഓപ്പൺ ആയിട്ടുള്ള ഒരു AI. അതൊരിക്കലും ഓപ്പൺ AI അല്ല. അതിന് അത്രയ്ക്കധികം കാശും കൊടുക്കണം, എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി. ഇതൊരു ഓപ്പൺ സോഴ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് കോഡും കാര്യങ്ങളൊക്കെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നത്തെ കാര്യമാണ് ടോക്കൺസ് എന്ന പേര് വന്നത് ട്രാൻസ്ഫോമേഴ്സ് എന്നാണ്. ഇതിന്റെ ChatGPT മോഡലിൽ GPT ട്രാൻസ്ഫോമർ ആണ്. ട്രാൻസ്ഫോമറിന്റെ ഒരു ആർക്കിടെക്ചറിൽ നമുക്കൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് വേർഡ്സിനെ പറയുന്ന ഒരു ക്വാണ്ടിറ്റി പോലെയാണ് ടോക്കൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 1 കിലോ ആയിരിക്കും 10 രൂപ. ആ 1 കിലോ എന്ന് പറയുന്ന പോലെ ഇത്രയധികം ഔട്ട്പുട്ടും ഇൻപുട്ടും വേർഡ്സിന്റെ കൗണ്ട് പോലെയാണ് ടോക്കൺസ് റിലീസ് ചെയ്യുന്നത്. എന്തെങ്കിലും ആവട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ChatGPT API
ഉപയോഗിക്കണം. എന്തിനാണ് നിങ്ങളിത് ഉപയോഗിക്കുന്നത്? നിങ്ങൾ ChatGPT നിങ്ങളുടെ ഒരു ആപ്പിൻ്റെ ഉള്ളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലത്തെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ChatGPTക്ക് കാശ് കൊടുക്കണം. അത് അവർ ഒരു മാസത്തേക്കല്ല സബ്സ്ക്രിപ്ഷൻ, അവർ ഇത്ര ടോക്കൺസ് ആണ് നമുക്ക് തരാം. കസ്റ്റമർ സർവീസ് കുറേ കാര്യങ്ങൾ ഓൾറെഡി AI കൊണ്ടുപോയി ഓൾറെഡി. അപ്പോൾ അവരൊക്കെ ഇങ്ങനത്തെ ടോക്കൺസ്, ഇങ്ങനത്തെ മോഡൽസ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യണേ. പക്ഷെ ഇത്ര അധികം കാശ് കൊടുത്തിട്ടാണ് അവർ ഇത് ചെയ്തിരുന്നത് ഇത്ര നാളും. അപ്പോൾ അവിടെയാണ് ആ ഡെഫിനിഷൻ. നിങ്ങൾക്ക് സാധാരണ ഒരാൾക്ക്, ഒരു സ്റ്റുഡൻറ്റിനോ, നമുക്കൊരു സ്റ്റുഡൻറ്റിന് ഇതിൻ്റെ വില മനസ്സിലാവില്ല. ബട്ട് ഇങ്ങനത്തെ ഒരു മോഡൽ വരുമ്പോൾ ഇവരുടെ ടോക്കൺ ഭയങ്കര ചീപ്പാണ്, 97% ചീപ്പറാണ്. അപ്പം അത്രയ്ക്കധികം ആ ബിസിനസ്സിൻ്റെ കാശിൻ്റെ നഷ്ടം പോവാണ്. ലൈക്ക് ബിസിനസ് അല്ലെങ്കിലോ ലാഭത്തിലായിരുന്നു, ഇത്രയധികം ആൾക്കാരില്ലാണ്ട് AI വെച്ച്. കാരണം AI തന്നെ 97 ചീപ്പറാവാണ്. അപ്പോൾ OpenAI പോലത്തെ അവർക്ക് എന്താണ് ലാഭം? അപ്പോൾ അതാണ് മൂന്നാമത്തെ കാര്യമായിരുന്നത്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹാർഡ്വെയർ ആണ്. ഹാർഡ്വെയറിലേക്ക് പോകുമ്പോൾ കുറേ തമാശകളുണ്ട്. NVIDIA H800 എന്ന് പറയുന്നുണ്ട്, പവർ കുറഞ്ഞ ചിപ്പാണ്. NVIDIA H100 എന്ന് പറയുന്നത് പവർ കൂടിയത്. ഇപ്പോൾ OpenAIയുടെ O1 എന്ന് പറഞ്ഞ മോഡൽ ആയിരിക്കില്ല നമ്മൾ ഫ്രീ വേർഷനിൽ ഇപ്പോൾ ChatGPT ഉപയോഗിക്കേണ്ടത്. O1 ഇപ്പോൾ സോറ പോലത്തെ AI ജനറേറ്റഡ് വീഡിയോസ് ഇറങ്ങേണ്ടതൊക്കെ O1 എനിവേസ്. അപ്പോൾ O1 പോകുമ്പോൾ H100 ആണ് അവർ യൂസ് ചെയ്യണത്. H800 എന്തുകൊണ്ട് ഇവർ H100 യൂസ് ചെയ്യാത്തത്? ഫസ്റ്റ് തിങ് കാശുണ്ട്, പിന്നെ അമേരിക്കയ്ക്ക് എന്തൊക്കെയോ പോളിസീസ് ഉണ്ട്, ഈ ഇമ്പോർട്ടിങ് ടു ചൈന, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ സ്റ്റിൽ ഇത്രയധികം ഉണ്ടെങ്കിലും H800 ആണ് ഇവർ യൂസ് ചെയ്തിട്ട് ഇത്രയ്ക്ക് എഫക്റ്റീവായിട്ട് ഇത് ചെയ്യാൻ പറ്റിയവർക്ക്. അപ്പോൾ ഈ 4 കാരണങ്ങൾ കൊണ്ട് തന്നെ സ്മോളറായിട്ടുള്ള റിസോഴ്സസും ട്രെയിനിങ്ങും ഡാറ്റ സെറ്റൊക്കെയും ചെയ്തിട്ട് തന്നെ അവർ ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര വർഷങ്ങളോളം ഇത്ര കാശിറക്കി ഉണ്ടാക്കിയ സംഭവം തന്നെ ബീറ്റ് ചെയ്യാൻ പറ്റും. അതും ഓപ്പൺ സോഴ്സ് സാധനം, വില കുറഞ്ഞ ടോക്കൺ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് എല്ലാവരും ഇതിനെ ചർച്ചാ വിഷയമാക്കുന്നതെന്ന്. അപ്പോൾ ഈ ഇമേജ് പറയുന്നത് അത്ര തന്നെ H800 യൂസ് ചെയ്തു. ഇങ്ങനെ കുറേയൊക്കെ കോഡ്സും കമൻസും ഒക്കെ നിങ്ങൾക്ക് ഇത് വായിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഐഡിയാസ് കിട്ടും. ലെസ് പവർഫുൾ ആണ്, ബട്ട് ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കാം. നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഇത് സൂപ്പർവൈസ്ഡ് ഫൈൻ ട്യൂണിങ് മോഡൽസ് ആയിരുന്നു സാധാരണ ഇവർ യൂസ് ചെയ്തിരുന്നത്. അതും മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ സൈഡിലൊക്കെയും വരേണ്ടതാണ്. പക്ഷേ DeepSeek യൂസ് ചെയ്തത് LLMs ത്രൂ പ്യുവർ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് വർക്ക് ചെയ്യുന്നത്. അതിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിചാരിക്കുക, നിങ്ങളൊരു ഗെയിം കളിക്കുന്നു. അപ്പോൾ ആ ഗെയിമിൽ ഒരാളുണ്ട്, ആൾക്ക് ഒരു പോയിന്റ് കിട്ടുമ്പോൾ റിവാർഡ് കിട്ടും. ആ റിവാർഡ് കിട്ടുന്നതനുസരിച്ചിട്ട് പുള്ളി അടുത്ത ലെവലിലേക്ക് കയറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഏജന്റ് എന്ന് പറയാം. ആ കളിക്കുന്ന ഒരാളിനെ ഏജന്റ് എന്ന് പറയാം. അപ്പോൾ പുള്ളിക്ക് ആളുടെ ആക്ഷൻ അനുസരിച്ചിട്ട് പുള്ളിക്ക് ഒരു റിവാർഡ് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഏജന്റ് എൻവയോൺമെന്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ അവർ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആയിരുന്നു നോക്കിയിരുന്നത്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഡാറ്റ വിത്ത് ലേബിൾഡ് ഡാറ്റ ആക്കണം. ആദ്യം തന്നെ നമുക്ക് ഇന്ന ഡാറ്റ ഇന്ന ലേബിളാന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് സൂപ്പർവൈസ്ഡ് ലേണിംഗ് നമുക്കൊരു ഫീഡ്ബാക്ക് ലൂപ്പ് എറർ. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിൽ ഡിഫറെൻ്റ് ആയിട്ടൊരു അപ്രോച്ചാണ്. എനിവേസ്, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു റീഇൻഫോഴ്സ്മെന്റ് ലേണിങ്ങിനെ പറ്റിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഇവർ DeepSeek ഫസ്റ്റ് ജനറേഷൻ മോഡൽസ് DeepSeek R1.0 ആൻഡ് DeepSeek R1 ആണ് റിലീസ് ചെയ്തിരുന്നത്. ഈ ബെഞ്ച് മാർക്ക് തന്നെ OpenAIയുടെ കട്ടിംഗ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയതായിട്ടുള്ള മോഡൽസ്. ഇപ്പോൾ O1 ആണ് അവർ പറയുന്നത്. O1 ആയിട്ട് ഇവർക്ക് ഇത് പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അവർ കുറച്ചുകൂടി ഡിസ്റ്റിലേഷൻ ടെക്നിക്കാണ് യൂസ് ചെയ്യണത് DeepSeek. അപ്പോൾ അതെന്ന് പറയുമ്പോൾ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് പോലെ തന്നെ ഒരു ടെക്നിക്കാണ് യൂസ് ചെയ്യണത്. ഇതിൻ്റെ പേപ്പർ ഞാൻ ലിങ്ക് ചെയ്യാം. ഇത് ഓൾറെഡി ഇത് വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. അപ്പോൾ ഇത് DeepSeek മോഡൽസിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടൊരു ബെഞ്ച് മാർക്ക് എടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഓരോ കോഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എലീറ്റ് കോഡ് പോലെ കോഡ് ഫോഴ്സസ്, നമ്മൾ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഒക്കെ വെച്ചിട്ടുള്ള കോമ്പറ്റേറ്റീവ് കോഡിങ് ചലഞ്ചസ് ഒക്കെ വരുന്ന കോഡ് ഫോഴ്സ് എന്ന് പറഞ്ഞ എൻവയോൺമെൻറ്റിലാണ്. അപ്പോൾ അതിൻ്റെയൊക്കെയാണ് കോഡ് ഫോഴ്സ്. ബാക്കി എക്സാംസൊക്കെ എനിക്ക് എന്താണെന്ന് അറിയില്ല. ഇനി യൂണിവേഴ്സിറ്റി ആണോ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരിക്കണം SWE ഓൺ ദി റൈറ്റ് എൻഡിലുള്ളത്. പക്ഷേ ഇവർ ട്രെയിൻ ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ. ഇപ്പോൾ നീല കളറിലുള്ളത് DeepSeek R1, DeepSeek V3 അവരുടെ അടുത്ത മോഡൽ, OpenAIയുടെ O1 എന്ന് പറഞ്ഞ മോഡൽ, O1 mini ആണെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ യൂസ് ചെയ്യണേ. ഞാൻ മറന്നുപോയി ഏതാ യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയണത്. ഇതിൽ ട്രഡീഷണൽ റീസണിങ് മോഡൽസ് എന്തുകൊണ്ടാണ് സൂപ്പർവൈസ്ഡ് ലേണിങ്ങിനേക്കാളും അടിപൊളിയായിട്ട് ഇവർ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് പെർഫോം ചെയ്യണേ, എന്തുകൊണ്ടാണ് എമർജിങ് നീഡ്സ് കാര്യങ്ങൾ. ബട്ട് ഇനി ആയാലും കൂടുതൽ മോഡൽസ് ഉണ്ട് ഇവർക്ക്. ഞാനിതിങ്ങനെ കണ്ടിരുന്നു, ഇവർക്ക് DeepSeekൻ്റെ വേറെ കുറച്ച് മോഡൽസ് കണ്ടിരുന്നു ഇവർ റിലീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്കെടുത്ത് വായിക്കാം. ഞാൻ ഇത് ലിങ്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് DeepSeek. ഇപ്പോൾ deepseek.com എന്ന് ടൈപ്പ് ചെയ്യുക. ഇങ്ങനെ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ടൈപ്പ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു യൂസർ ഇൻ്റർഫേസ് വരും. തുടക്കത്തിൽ തന്നെ ഇവർ പറയുന്നുണ്ട് DeepSeek R1 എങ്ങനെയാണ്, അടിപൊളിയാണ്, ഓപ്പൺ സോഴ്സ് ആണ്. ഇപ്പോൾ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് OpenAIയുടെ ഏറ്റവും
പ്രീമിയം വേർഷനായ ഓവൺ ആയിട്ടാണ് കോമ്പീറ്റ് ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത്. അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ തന്നെ അവർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വെബ് ആപ്പ്, പിന്നെ APIനെ പറ്റി പറയുന്നുണ്ട്. API എങ്ങനെ നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം നിങ്ങളുടെ പ്രൊഡക്റ്റിലേക്ക്. നമ്മൾ ടോക്കൺസിൻ്റെ അവിടെ നമ്മൾ ഇതിനെ പറ്റി പറഞ്ഞായിരുന്നു. APIയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ChatGPT-നെക്കാളും ചീപ്പറായിട്ട് ഇതിൻ്റെ API നമുക്ക് കിട്ടാം, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ നമുക്കിവിടെ സ്റ്റാർട്ട് നൗ ഉണ്ട്, ഇവിടെ ആപ്പ് ഉണ്ട്. നമുക്ക് ഇന്ന് സ്റ്റാർട്ട് നൗ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ DeepSeek V3 എന്ന് പറഞ്ഞ മോഡലാണ് യൂസ് ചെയ്യണത്. ഇതിൻ്റെ ഫ്രീ ആക്സസ് ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് നൗമ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ റീഡയറക്റ്റ് ആവും. നിങ്ങൾക്ക് ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും, അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. അതിലേത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഒരു 1 സെക്കൻഡ് ഒക്കെ എടുക്കുള്ളൂ. അത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം കിട്ടും. സാധാ ChatGPT പോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ, അതിൻ്റെ അടിയിൽ വേണമെങ്കിൽ ആപ്പ് അവിടുന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ സെർച്ച് ബാറിൻ്റെ ഒടുക്കി പോകുമ്പോൾ DeepSeek R1 എന്ന് പറഞ്ഞാൽ ഈ റീസണിങ് പ്രോബ്ലംസിനൊക്കെ യൂസ് ചെയ്യേണ്ട അവർ ആ മോഡലാണ്. പിന്നെ വെബ് സെർച്ച് ഉണ്ട്, ChatGPT-യിലും പെർപ്ലെക്സിറ്റിയിലൊക്കെ ഉള്ള പോലെ വെബ് സെർച്ചിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് ടെസ്റ്റിൻ്റെ എക്സ്ട്രാക്ഷൻ, അറ്റാച്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. ഇതിൽ എനിക്ക് തോന്നുന്നു ലിമിറ്റ് ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ GPT-യിൽ അല്ലെങ്കിൽ പെർപ്ലെക്സിറ്റിയിൽ കുറച്ച് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ പ്രീമിയം പ്രോംപ്റ്റ് കൊടുക്കാനുള്ളതിൻ്റെ ലിമിറ്റ് എത്തും. അപ്പോൾ നമുക്ക് പിന്നെ പ്രോ വേർഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമാണ് അവരുടെ ഹയർ മോഡൽസിൻ്റെ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ DeepSeek-ൽ ആ ഒരു പ്രശ്നമില്ല. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ DeepSeek-ൽ മാത്തമാറ്റിക്സ് കോഡിങ്ങിനൊക്കെ DeepSeek അടിപൊളിയാണ്. പക്ഷേ ഈ ഹിസ്റ്ററി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒന്നും DeepSeek നല്ലതല്ല എന്ന് ഞാൻ കേട്ടിരുന്നു. ചിലപ്പോൾ ലെസ് ട്രെയിനിങ് ഡാറ്റ യൂസ് ചെയ്യണ കാരണമായിരിക്കാം അവരിതിനെപ്പറ്റി ഒന്നും പുറത്തേക്ക് വിട്ടിട്ടില്ല, ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇൻഡെപ്തായിട്ട് അനലൈസ് ചെയ്യാനായിട്ട്. ബട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഓവണിൻ്റെ മോഡൽ കോമ്പീറ്റ് ചെയ്യണ ഒരു ഇതാണ് ഇവിടെ കിട്ടണം. അപ്പോൾ എന്തുകൊണ്ടും നോർമൽ ChatGPT യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് DeepSeek ആണ് യൂസ് ചെയ്യേണ്ടതാണ് നല്ലത്. So thank you for watching.